ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു വിനു ടോക്സ്. നമ്മുടെ മമ്മൂക്ക നായകനായി വൈശാഖ് സംവിധാനം ചെയ്ത, മിഥുൻ മാനുവൽ സ്ക്രിപ്റ്റ് എഴുതി, മമ്മൂട്ടി കമ്പനി പ്രൊഡ്യൂസ് ചെയ്ത ടർബോയുടെ സിനിമാ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ടർബോ ട്രെയിലർ കണ്ടതുപോലെ നല്ല ഒരു അടിപൊളി ഇടിപ്പടം. സിനിമയിലേക്ക് വന്നു കഴിഞ്ഞാൽ ആക്ഷന് വളരെയേറെ പ്രാധാന്യം കൊടുത്തിട്ടുള്ള ഒരു മൂവിയാണ്. അതിൽ നമ്മുടെ മമ്മൂക്ക നല്ല രീതിയിൽ തന്നെ ആ റോള് കൈകാര്യം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും പുള്ളിക്കാരൻ്റെ ഈ ഒരു ഏജിലും ആ ഒരു പൊട്ടൻഷ്യൽ കീപ്പ് ചെയ്തിട്ട് അതിൻ്റെ ആ ഒരു എനർജിയോട് കൂടി ആ ഒരു ക്യാരക്ടറിനെ പുള്ളി നന്നായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. ആക്ഷൻ ആണെങ്കിൽ തന്നെ മമ്മൂട്ടി നന്നായി നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അതേപോലെ ഇതിലെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും ആ ഒരു ആക്ഷൻ രംഗത്ത് വരുന്ന ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും കാര്യങ്ങളെല്ലാം ആയി വരുന്ന സമയത്ത് നമുക്ക് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റും. അത്രയ്ക്ക് നല്ലൊരു മാസ് എൻ്റർടൈനറാണ് മൂവി. പിന്നെ ഇതിൽ വില്ലനായി വന്നിട്ടുള്ള രാജ്ബി ഷെട്ടി, പുള്ളി നല്ല കിഡുമാണ്. ഇതിൽ നല്ല സെറ്റായിട്ടാണ് ആ ഒരു ക്യാരക്ടർ പുള്ളി ചെയ്തിട്ടുള്ളത്. പുള്ളീൻ്റെ ആ ഇൻട്രോയും ആ ഒരു ഇൻട്രോ മ്യൂസിക്കും പുള്ളിനെ കാണിക്കുമ്പോഴുള്ള ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും കാര്യങ്ങളെല്ലാം നല്ല സെറ്റാണ്. പുള്ളി നല്ല വൈബാണ്. ആ ഒരു ശരീരം വെച്ചിട്ട് പുള്ളി കാണിച്ച് കൂട്ടുന്ന പരിപാടികൾ അതിഗംഭീരമാണ്. പുള്ളീൻ്റെ സ്ക്രീൻ പ്രസൻസും കാര്യങ്ങളും എല്ലാം നല്ല കിടുവായിട്ടുള്ള സംഭവമാണ്. പിന്നെ പേഴ്സണലി പറയുകയാണെങ്കിൽ ഈ ഒരു പടത്തിലെ കഥ ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞ ട്രെയിലർ റിയാക്ഷനിൽ പറഞ്ഞതുപോലെ ഈ ഒരു ആക്ഷൻ പടമാകുന്ന സമയത്ത് അതിലൊരു നല്ലൊരു കഥ, ആ ഒരു സ്റ്റോറി നല്ല രീതിയിൽ പ്രേക്ഷകരായിട്ട് കണക്ട് ചെയ്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ ആക്ഷനും വരുന്ന സമയത്ത് പടം നന്നായിട്ട് ക്ലിക്കാവുകയും നല്ല എൻജോയ് ആയിട്ട് നമുക്ക് ആസ്വദിക്കാനും പറ്റുന്ന ആ ഒരു രീതിയിൽ കാര്യങ്ങളെത്തും. അപ്പോൾ ഇതിൽ സ്റ്റോറി ഉണ്ട്, സ്റ്റോറി ഇല്ല എന്നല്ല, ഒരു സ്റ്റോറി നല്ല വ്യക്തമായിട്ടുള്ളൊരു സ്റ്റോറി പറഞ്ഞുകൊണ്ട് ആ സ്റ്റോറിയിൽ ഇടയിലൂടെ ആവശ്യത്തിനുള്ള ഫൈറ്റും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ പടത്തിൽ വരുന്നത്. അനാവശ്യമായിട്ടുള്ള വലിച്ചു വാരി എടുത്തിട്ടുള്ള അടി അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇതിലില്ല. പിന്നെ അതിലെ ജോസ് ആണെങ്കിൽ തന്നെ ഇതിൽ ലാസ്റ്റേക്കൊക്കെ സർവൈവ് ചെയ്യാൻ വേണ്ടി ഈ ഫൈറ്റ് ചെയ്യുന്ന ആ ഒരു ഘട്ടത്തിൽ വരെ എത്തുന്നുണ്ട്. പലപ്പോഴും ഒഴിഞ്ഞു പോകുന്നൊരു സാഹചര്യം ഒക്കെ ജോസ് പരമാവധി നോക്കുന്നുണ്ട്. അപ്പോൾ ഇതിലെ ആക്ഷനും കാര്യങ്ങളും ഈ ഒരു സ്റ്റോറിക്ക് ആവശ്യമായിട്ടുള്ള രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. അക്കാര്യത്തിലൊക്കെ ഓക്കെയാണ്. പിന്നെ ഇതിലെ ഈ സ്റ്റോറി കാര്യങ്ങളിലേക്ക് വരുന്ന സമയത്ത് ഇത് നമ്മൾ ഒരുപാട് പടത്തിൽ കണ്ട സ്റ്റോറി അല്ലേ. ഈ ഒരു പ്ലോട്ട് നമ്മൾ തമിഴിലും ഹിന്ദിയിലും തെലുങ്കിലും കന്നഡയിലും ഒക്കെ നമുക്ക് പലപ്പോഴും പല പടങ്ങളിലായിട്ട് കണ്ടിട്ടുണ്ട്. ആ ഒരു ഇത് ഞാൻ പറയുന്നില്ല. അപ്പോൾ അങ്ങനത്തെ ചില സമയത്ത് നമുക്ക് അങ്ങനെ തോന്നും, ഇത് ഇങ്ങനെയാണ് അവസാനിക്കുക, ഇതങ്ങനെയാണ്, ഇതിങ്ങനെ പോവുമല്ലോ, ഇതങ്ങനെയാണല്ലോ എന്നുള്ള തോട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് പടം കാണുമ്പോൾ വരും. പക്ഷേ അങ്ങനെയാണെങ്കിൽ കൂടി ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞ് കുറച്ചും കൂടെ കഴിയുമ്പോഴത്തേക്കും പടത്തിൻ്റെ ആ ഒരു ഗ്രാഫ് നന്നായിട്ടൊന്ന് ഉയർന്നു വന്ന് നമ്മൾ ആ ഒരു വേറൊരു തലത്തിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് പടം. ഞാൻ മുമ്പ് പറഞ്ഞ ആ ഒരു സംഭവം ഉണ്ടല്ലോ, കണ്ടു മറന്ന അല്ലെങ്കിൽ പല പല സിനിമകളിലെ ഒരു കഥകളാണല്ലോ ഇത് എന്നൊക്കെ ഉള്ള ആ ഒരു തോട്ടൊക്കെ ആ ഒരു സമയത്ത് മാറും. പിന്നെ നമ്മൾ ഫുൾ പടത്തിൻ്റെ കൂടെ സഞ്ചരിക്കും. അത് ഈ വൈശാഖിൻ്റെ മേക്കിംഗ് മികവാണ്. ഈ വൈശാഖിൻ്റെ ആ ഒരു മേക്കിംഗ് സ്റ്റൈലോട് കൂടിയിട്ടാണ് ആ ഒരു ഗ്രാഫ് ഉയർന്നു വരുന്നത്. പിന്നെ ആ സമയത്ത് വരുന്ന ചേസിങ് കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. ഈ ഹോളിവുഡ് പടത്തിലൊക്കെ ഉപയോഗിക്കുന്ന ക്യാമറാസൊക്കെ ആണ് ആ ഒരു ചേസിങ്ങിൻ്റെ രംഗത്തൊക്കെ ഉപയോഗിച്ചിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പിന്നെ അടിപൊളി പടമാണ്, നല്ല മാസ് പടമാണ്. ആ ഒരു ഫൈറ്റും കാര്യങ്ങളും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും പിന്നെ നമ്മുടെ മമ്മൂക്കയുടെ ആ ഒരു സ്ക്രീൻ പ്രസൻസും മമ്മൂക്കയുടെ ഫൈറ്റും കാര്യങ്ങളും. പിന്നെ നായിക അഞ്ജന ജയപ്രകാശ് നല്ല കാസ്റ്റാണ്, അടിപൊളിയാണ്. പുള്ളിക്കാരി നല്ല മെച്ചേർഡ് ആയിട്ടുള്ളൊരു കഥാപാത്രമായിട്ട് ഇതിൽ ആക്ട് ചെയ്തിട്ടുണ്ട്. അപ്പം മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ടുള്ള മൂവിയാണ്. കണ്ട് എൻജോയ് ചെയ്യാം, ആസ്വദിക്കാം. പിന്നെ ചെറിയ അങ്ങനത്തെ ഒരു ഇതൊക്കെ നമുക്ക് തോന്നുമെങ്കിൽ കൂടി അതൊന്നും മൊത്തത്തിൽ വരുന്ന സമയത്ത് ഞാൻ ഈ പറഞ്ഞ പോലെ ലാസ്റ്റിലേക്ക് വരുന്ന സമയത്ത് അതിനെപ്പറ്റി നമുക്ക് ബോധേഡാവില്ല. പടം കണ്ട് എൻജോയ് ചെയ്ത് നമുക്ക് ഇറങ്ങിപ്പോരാൻ പറ്റും. അടിപൊളി മൂവി. എനിവേ, താങ്ക്സ് ഫോർ വാച്ചിങ്. ഇറ്റ്സ് മീ വിനീഷ് സൈനിങ് ഓഫ്. ബൈ.